الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കണമേ എന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിലൂടെയാണ്. ഇന്നലെ നമ്മളെല്ലാവരും ഈദുൽ അദ്ഹ അതിൽ ഒത്തുചേർന്നവരാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നാം ഏവരും പൊതുവെ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു ഇബാദത്താണ് എന്നത് നാം ഏവരും നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ കുടുംബക്കാരുടെ അടുത്തേക്ക് പോകാറുണ്ട്, അവരെ സന്ദർശിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം നേടിത്തരുന്ന ഒരു ഇബാദത്താണ്, ഒരു കാര്യമാണ് എന്ന് നമ്മൾ എത്ര പേർ ഹൃദയത്തിൽ ആ ഒരു നിയ്യത്ത്, ഈ ഒരു ഉദ്ദേശം കൊണ്ടുവരാറുണ്ട്. അതേപോലെ കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. അത് മുറിക്കുന്നതിന്റെ ഗൗരവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ദുനിയാവിലും പരലോകത്തും അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ, അത് പരലോകത്തെ ശിക്ഷയ്ക്ക് പുറമെ ഈ ദുനിയാവിലും നാം അനുഭവിക്കേണ്ടി വരും. കുടുംബബന്ധം മുറിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ. അതേപോലെ ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്തിക്കൊള്ളട്ടെ. ഫൽയസിൽ റഹിമഹു, അവന്റെ കുടുംബബന്ധം അവൻ ചേർത്തിക്കൊള്ളട്ടെ. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അല്ലാഹു ആണ് എന്ന് മനസ്സിലാക്കിയ നമ്മൾ, അവന് മാത്രമേ ഇബാദത്ത് ചെയ്യൂ എന്ന് തീരുമാനിച്ച നമ്മൾ, അതേപോലെ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കിയ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. അവർക്ക് നന്മകൾ ചെയ്യുക, അതേപോലെ അവരെ സന്ദർശിക്കുക, അവരുടെ ഹൃദയത്തിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതേപോലെ നമ്മുടെ വാക്കുകൾ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ നീക്കിക്കൊണ്ട് അതേപോലെ അവരെ സന്തോഷിപ്പിക്കുകയും
ചെയ്യേണ്ടതുണ്ട്. അതാണ് കുടുംബബന്ധം ചേർക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുക, അവർക്ക് വേണ്ടി നല്ലത് ചെയ്യുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക, അതേപോലെ അവരെ സന്ദർശിക്കുക, അവരുടെ ഹൃദയങ്ങളിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്യുക. ഇതെല്ലാം കുടുംബബന്ധം ചേർക്കുന്നതിന്റെ പരിധിയിൽ പെടുന്ന കാര്യങ്ങളാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തതാണ്. മൻ അഹബ്ബ അൻ യുബ്സത അലൈഹി ഫീ റിസ്ഖി വ അൻ യുൻസഅ ലഹു ഫീ അഥരി ഫൽയസിൽ റഹിമഹ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നോക്കൂ. നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ ആയുസ്സിൽ വർധനവ് ലഭിക്കണം എന്നുദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, അതേപോലെ നമുക്ക് ഉപജീവനം വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠനം നടത്തുകയും അതിനു വേണ്ട കാരണങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്, അല്ലേ? നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നതിന് വേണ്ടി നല്ല ഭക്ഷണം നമ്മൾ തിരഞ്ഞെടുക്കുന്നു, ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നു. അതേപോലെ റിസ്ക് ഉപജീവനം ലഭിക്കുന്നതിനു വേണ്ടി അതിനുവേണ്ടി പണിയെടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ട് കാര്യങ്ങൾ നേടിത്തരുന്ന ഒരു കാര്യമായിട്ടാണ് കുടുംബബന്ധം ചേർക്കുന്നതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആരെങ്കിലും അവന് ഉപജീവനത്തിൽ വിശാലതയുണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതേപോലെ അവന്റെ ആയുസ് വർദ്ധിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫൽയസിൽ റഹിമ, അവൻ കുടുംബബന്ധം പുലർത്തിക്കൊള്ളട്ടെ, കുടുംബബന്ധം ചേർത്തിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതേപോലെ പ്രിയമുള്ളവരെ, എത്രയെത്ര ശ്രേഷ്ഠതകളാണ് അതിനുള്ളത്. നമ്മുടെ ആയുസ് വർദ്ധിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവർക്കിടയിലുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങളാണ്. ഒന്ന്, അല്ലാഹു തആല നിശ്ചയിച്ച ആയുസിൽ അല്ലാഹു കൂടുതൽ ബറക്കത്ത് നൽകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലൂടെ ചെയ്യാൻ സാധിക്കും. അതല്ല, രണ്ടാമത്തെ അഭിപ്രായം, യഥാർത്ഥത്തിൽ തന്നെ അവന്റെ ആയുസ്സിൽ വർധനവ് ലഭിക്കുമെന്നതാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള മറ്റൊരു അഭിപ്രായം. നമ്മുടെ ആയുസ് എത്രയാണോ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്, മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ള ഒരു ആയുസ്സുണ്ട്, അതിൽ നമുക്ക് വർധനവുണ്ടാകുന്നു. അല്ലാഹു തആല അത് വർദ്ധിപ്പിച്ച് നൽകുന്നു കുടുംബബന്ധം പുലർത്തുന്ന ആളുകൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ അല്ലാഹുവുമായുള്ള ബന്ധം അത് ഉറപ്പിക്കുന്നത് കുടുംബബന്ധം ചേർക്കുന്നതിലൂടെയാണ്. അല്ലാഹു തആല അവൻ സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചു. അപ്പോൾ കുടുംബബന്ധം അല്ലാഹുവിനോട് പറഞ്ഞതായി കാണാം. അല്ലാഹു തആല കുടുംബബന്ധത്തോട് ചോദിച്ചു, നീ തൃപ്തിപ്പെടുന്നില്ലേ? നിന്നെ ചേർക്കുന്നവരോട് ഞാൻ ചേർക്കുന്നതാണ്. അതേപോലെ നിന്നെ മുറിക്കുന്നവരെ, നിന്നെ ബന്ധവിച്ഛേദനം നടത്തുന്നവരുമായി ഞാൻ ബന്ധവിച്ഛേദനം നടത്തുന്നത് നീ തൃപ്തിപ്പെടുന്നില്ലേ എന്ന് അല്ലാഹു തആല കുടുംബബന്ധത്തോട് ചോദിച്ചപ്പോൾ ബല എന്ന്, അതേ എന്ന് മറുപടി പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ മരണത്തിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതിനുള്ള ഒരു കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കുടുംബബന്ധം ചേർക്കുക എന്നതാണ്. അതാ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. എന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം താങ്കൾ എനിക്ക് പറഞ്ഞു നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, തഅബുദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. ഇബാദത്തിന്റെ ഏതേത് ഇനങ്ങളുണ്ടോ അത് അല്ലാഹുവിന് മാത്രം നൽകുക. ലാ തുശ്രിക് ബിഹി ഷൈഅ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അല്ലാഹുവിന് അവകാശപ്പെട്ട ഏതെല്ലാം ഇബാദത്തുകളുണ്ടോ അതെല്ലാം അല്ലാഹു അല്ലാത്ത ഒരാൾക്കും നൽകാതിരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുകയാണ്, വതുഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തുക, അതിന്റെ സമയത്ത് കൃത്യതയോടെ നിസ്കരിക്കുക. സകാത്ത് കൊടുത്തു വീട്ടുക. സമ്പത്തിന്റെ അവകാശം അത് പാവപ്പെട്ടവർക്കുള്ള അവകാശമാണ്, അവരുടെ ഔദാര്യമല്ല, അത് കൊടുത്തു വീട്ടുക. വതസിലുർ റഹിം, നമ്മുടെ വിഷയവുമായി ബന്ധമുള്ളത് ഈ ഭാഗമാണ്, കുടുംബബന്ധം ചേർക്കുക. അങ്ങനെയാണ് എങ്കിൽ
അവന് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു നൽകുകയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു വന്ന സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് കുടുംബബന്ധം പുലർത്തുക എന്നതാണ്. അതേപോലെ ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹം റിവായത്ത് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അഫ്ശു സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, സലാം പറയുക മറ്റുള്ളവരോട്. അത്ഇമു ത്വആം, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക. വസലിൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാത്രികളിൽ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാവുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സലാം വർദ്ധിപ്പിക്കുക, സലാം വ്യാപിപ്പിക്കുക, അറിയുന്നവർക്കും അറിയാത്തവരോടും സലാം പറയുക. അതേപോലെ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക, കുടുംബബന്ധം ചേർക്കുക, രാത്രി നിസ്കരിക്കുക. അങ്ങനെയാണ് എങ്കിൽ സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഇതിന്റെ വിപരീതം എന്താണ്? സ്വർഗത്തിലേക്ക് പോകുന്നതിനൊരു തടസ്സമാണ് കുടുംബബന്ധം മുറിക്കുക എന്നത്. നമുക്കത് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത ഖാത്തി', ബന്ധം മുറിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബബന്ധം മുറിക്കുക എന്നത് ഗൗരവത്തിലെടുക്കേണ്ട ഒരു തിന്മയാണ്, സ്വർഗപ്രവേശനത്തിന് തടസ്സമാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ അള്ളാഹുവിന്റെ ലഅനത്ത്, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ നേടിത്തരുന്ന കാര്യമാണ് കുടുംബബന്ധം മുറിക്കുക എന്നത്. അത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്. വതുഖത്തിഉ അർഹാമകും, അവർ ചെയ്ത തിന്മകളിൽ ഒന്നെന്താണ്? അവരുടെ കുടുംബബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞു എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബബന്ധങ്ങളെ മുറിക്കുന്നു. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അക്കൂട്ടർ അവരാകുന്നു അള്ളാഹുവിന്റെ ശാപം നേടിയെടുത്ത ആളുകൾ എന്ന് അള്ളാഹു തആല പറഞ്ഞതായി കാണാം. അതുകൊണ്ട് അലി ഇബ്നു അൽ ഹുസൈൻ തന്റെ മകനോട് വസിയത്തായി പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നുമകനെ, നീ കുടുംബബന്ധം മുറിക്കുന്നവരുമായി കൂട്ടുകൂടരുത്. ഫഇന്നി വജദ്തുഹു മൽഊനൻ ഫീ കിതാബില്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തപ്പോ അതിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അള്ളാഹുവിന്റെ കോപം, അതേപോലെ അള്ളാഹുവിന്റെ ശാപം നേടിയെടുത്ത ആളുകളാണ് കുടുംബബന്ധം മുറിച്ച ആളുകൾ എന്ന് 3 സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുമായി നീ കൂട്ടുകൂടരുത് എന്ന് അലി ഇബ്നു അൽ ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മകന് വസിയത്തായി നൽകുകയാണ്. നോക്കൂ, കുടുംബബന്ധം മുറിക്കരുത് എന്നല്ല, കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടരുത്. കാരണം അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ട്, അതുകൊണ്ട് അവനുമായി കൂട്ടുകൂടരുത്, അവന്റെ ഒപ്പം നടക്കരുത് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതേപോലെ അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇസ്ലാമിന്റെ മനോഹരമായ സ്വഭാവങ്ങളിൽ ഒന്നാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. അതല്ല, മറിച്ച് എല്ലാ മതങ്ങളുടെയും ഒരു പ്രത്യേകതയാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ള ഏതെല്ലാം മതങ്ങളുണ്ടോ അതെല്ലാം പഠിപ്പിച്ച കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. എന്നാൽ ഇസ്ലാമിൽ അല്ലാഹു തആല അത് പ്രത്യേകം പുണ്യകർമ്മം നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമായി നിശ്ചയിച്ചു. പരലോകത്തേക്ക്, സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള കാരണമായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു. അതിൽ പ്രതിഫലം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് അതിന് പ്രതിഫലം നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇതേപോലെ ഒരുപാട് പ്രത്യേകതകൾ കുടുംബബന്ധം ചേർക്കുന്നതിനുണ്ട്. അല്ലാഹു തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله
الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബബന്ധം ചേർക്കുക എന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ശ്രേഷ്ഠതകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ്. അത് ചെയ്യുന്ന നാം ഓരോരുത്തരും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് ഇതിന്റെ ശ്രേഷ്ഠതകളെല്ലാം കൊണ്ടുവരുമ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള പരിപൂർണമായ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ജാഹിലിയ കാലം മുതലേ കുടുംബബന്ധം ചേർക്കുന്ന ആളുകളെ വളരെ നല്ല ആളുകളായാണ് അവർ കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഇസ്ലാമും അത് പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ ആദ്യകാലം നുബുവത്ത് ലഭിക്കുന്ന കാലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി വന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് തിരിച്ചു വീട്ടിലേക്ക് ഓടി വരുന്ന സന്ദർഭം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ അടുക്കലേക്ക് എത്തി, എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ എത്ര നല്ല ഭാര്യയാണ്. ആ ഭർത്താവിനെ, മുഹമ്മദ് എന്ന ഭർത്താവിനെ അവിടെ സന്തോഷിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. അവർ പറഞ്ഞു, താങ്കളെ അള്ളാഹു കൈവിടുകയില്ല. അതിന് ഇന്ന കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമായി പറഞ്ഞിട്ടുള്ളത്, താങ്കൾ കല്ല വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ ഇന്നക ലതസിലു റഹിം, തീർച്ചയായും താങ്കൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, അതുകൊണ്ട് അള്ളാഹു താങ്കളെ കൈവിടുകയില്ല എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതിനെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ഹദീസുകൾ, ആയത്തുകൾ മനസ്സിലാക്കുക. അതേപോലെ അത് മുറിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയും അള്ളാഹു താക്കീത് നൽകിയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കുക. കുടുംബബന്ധം ചേർക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ അള്ളാഹുവിനോട് സദാ ദുആ ചെയ്യുക, സഹായം ചോദിക്കുക. അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ. അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കേണ്ടതുണ്ട്, സഹായം ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. ആരോടാണ് നമ്മൾ കുടുംബബന്ധം ചേർക്കേണ്ടത്? നമ്മോട് ബന്ധം ചേർക്കുന്നവരോട് മാത്രമാണോ? ഒരിക്കലുമല്ല. നമ്മോട് ഇങ്ങോട്ടേക്ക് ബന്ധം മുറിക്കുന്ന ആളുകളോടും അവരോട് ബന്ധം ചേർക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൈസൽ വാസിലു ബിൽ മുകാഫി, കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇങ്ങോട്ട് ബന്ധം പുലർത്തുന്നവരോട് അങ്ങോട്ട് തിരിച്ച് നല്ല രൂപത്തിൽ ബന്ധം ചേർക്കുന്നവനല്ല. വലാകിൻ അൽ വാസിലു അല്ലദി ഇദാ ഖതഅത് റഹിമുഹു വസലഹ, ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്ന ആളുകളോട് അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള കുടുംബബന്ധം പുലർത്തുന്നവൻ, കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് അനീതിയും ഉപദ്രവങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും അങ്ങോട്ടേക്ക് നല്ല രൂപത്തിൽ പെരുമാറുക, അങ്ങോട്ടേക്ക് ബന്ധം ചേർക്കുക. അത് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തന്റെ സഹോദരങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് നൽകിയ ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുട്ടിയായിരിക്കുന്ന സമയത്ത് സഹോദരങ്ങൾ എടുത്തുകൊണ്ടുപോയി ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സംരക്ഷിച്ചു. അങ്ങനെ ആ കിണറ്റിൽ നിന്ന് പിന്നീട് മിസ്റിന്റെ രാജകൊട്ടാരത്തിലേക്കാണ് യൂസുഫ് നബി അലൈഹിസ്സലാം എത്തുന്നത്. അവിടുത്തെ ഖജനാവുകളുടെ നോക്കിപ്പുകാരനായി, അവിടുത്തെ ഭരണാധികാരിയായി യൂസുഫ് നബി അലൈഹിസ്സലാം മാറുകയാണ്. കടുത്ത പ്രയാസങ്ങൾ ബാധിച്ച ഒരു സമയത്ത് തന്റെ സഹോദരങ്ങൾ
യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വരുന്ന സഹോദരന്മാരോട് യൂസുഫ് നബി അലൈഹിസ്സലാം എന്താണ് ചെയ്യുന്നത്? അങ്ങനെ തന്റെ പിതാവും എല്ലാവരും, സഹോദരങ്ങളെല്ലാവരും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നില്ലേ? തന്നോട് അക്രമം ചെയ്ത സഹോദരങ്ങളാണ് വന്നിട്ടുള്ളത്. ഭരണാധികാരിയായാണ് യൂസുഫ് നബി അലൈഹിസ്സലാം നിൽക്കുന്നത്. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്ത എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത്? അവർക്കെല്ലാവർക്കും വിട്ടുകൊടുത്തു, അവർക്കെല്ലാവർക്കും പുറത്തു നൽകി. അല്ലാഹു തആല അവരുടെ പാപങ്ങൾ പുറത്തു നൽകുമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അങ്ങേയറ്റം അക്രമം ചെയ്ത സഹോദരങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് നൽകുകയാണ്. എന്നാൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട്, മറ്റു കുടുംബക്കാരോട് അവരോട് എന്തിന്റെ പേരിലാണ് പിണങ്ങി നിൽക്കുന്നത് എന്ന് പിണങ്ങി നിൽക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട്. കേവലം ദുനിയാവിന്റെ ചില വിഷയങ്ങളിൽ അവരോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ, അവരോട് ബന്ധം മുറിച്ചിട്ടുള്ള ആളുകൾ ഗൗരവമുള്ള ഒരു തിന്മയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയും വിട്ടുവീഴ്ച ചെയ്ത് നൽകുകയും ചെയ്യണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈദ് എന്നത് എല്ലാവരും സന്തോഷിക്കുന്ന ദിവസമാണ്. പെരുന്നാളിന്റെ ദിവസങ്ങൾ എല്ലാവരും സന്തോഷത്തിലായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഒരു ഫോൺ കോൾ മതി ആ പിണക്കങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറാൻ. അവരെ ഒന്ന് പോയി സന്ദർശിച്ചാൽ മതി അവരുമായുള്ള പ്രശ്നങ്ങൾ തീരാൻ. ചെറിയ ചെറിയ ദുനിയാവിന്റെ വിഷയങ്ങൾ പറഞ്ഞ് തെറ്റി നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ബന്ധം നന്നാക്കാനുള്ള വലിയ അവസരമായി ഈ പെരുന്നാളിനെ കാണുകയും എന്നിട്ട് അവരുമായി, കുടുംബക്കാരുമായി ബന്ധം ചേർക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള താക്കീതുകൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അതിന് തയ്യാറാകണം എന്ന് പ്രത്യേകം വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഏവരുടെയും കുടുംബബന്ധം നന്നാക്കി തീർക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മുസ്ലിമീങ്ങളിൽ നിന്ന് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു തആല ദൂരീകരിച്ച് മാപ്പാക്കി അതെല്ലാം പരിഹരിച്ച് നൽകുമാറാകട്ടെ. അതേപോലെ പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി നൽകുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.